ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. പഴം ഉപയോഗിച്ച് വെറൈറ്റി ഫില്ലിങ്ങോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആയിരിക്കും ഇലയട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഇപ്പോൾ ഇതാ പൊടി നന്നായിട്ട് വെന്തി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പഴവും അതുപോലെ തന്നെ ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയും തേങ്ങയുമാണ്. അപ്പോൾ ഇതിലേക്ക് 1.5 ശർക്കരയും അതുപോലെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ എടുത്തിട്ടുണ്ട്. എപ്പോഴും പഞ്ചസാരയേക്കാളും നല്ലത് ശർക്കര ആയതുകൊണ്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ ഡാൽഡയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടണം. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഏലക്കയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ്. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രം പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇലയടയ്ക്കുള്ള ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇപ്പോൾ പഴവും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉടച്ച് കൊടുക്കുക. നന്നായിട്ട് ഉടച്ച് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പഴവും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഇപ്പോൾ ഇതാ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ അടച്ച് വെച്ചിരുന്ന മാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക. പത്തിരിക്കുള്ള അത്ര അങ്ങ് കുഴച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് വാഴയില എടുത്തിട്ടുണ്ട്. പത്തിരി പ്രസ്സിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വാഴയിലയിൽ ഓരോ പത്തിരിയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വാഴയില ജസ്റ്റ് ഒന്ന് 2 സൈഡും കൂട്ടിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഒരു അറ്റത്തിൽ നിന്നും മറ്റേ അറ്റത്തിലേക്ക് ജോയിൻ ചെയ്ത ശേഷം അടച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് പത്തിരി നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ഇലയടക്കുള്ള മാവും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ജസ്റ്റ് ഒന്നും കൂടെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീമറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 15 to 20 മിനിറ്റ് സ്റ്റീമറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ഇലയുടെയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വായയിലൊക്കെ നന്നായിട്ട് വാടിയിട്ട് ഇലയട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഇലയട ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് മുറിച്ചിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇലയട തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു.